ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ഒരു കിടിലൻ പനീർ മസാല ഉണ്ടാക്കിയാലോ? വെജിറ്റേറിയൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ പനീർ മസാല ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ പനീർ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് പനീറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം പനീറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൂടെ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഉരുകിയതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് കൂടെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഗ്രാമ്പു, ഏലക്കായ 1, തക്കോലം 1 ചേർത്ത് കൊടുത്തതിന് ശേഷം 3 വലിയ സബോള ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സബോള നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. സബോള ഇതുപോലെ കളർ മാറി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 വലിയ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഇളക്കി ഉടച്ചു വഴറ്റിയെടുക്കണം. തക്കാളി ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മെത്തി കൂടി ചേർത്ത് 1 മിനിറ്റ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേവിച്ചെടുത്ത പനീർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന പനീർ മസാല റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക.